They just want to be on the news. വെള്ളപ്പൊക്കം വിതച്ച ദുരിതങ്ങളിൽ നിന്ന് ഏതാണ്ട് കരകയറിയ നിലയിലാണ് ഇന്ന് രാജ്യം. കെടുതികൾ വിതച്ച ഇന്നലകൾക്ക് ശേഷം പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദുരന്തവും കടന്നുപോകുന്നത്. 1974 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഇതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം. രാജ്യത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിനടിയിലായി. തലസ്ഥാന നഗരമായ ബ്രിസ്ബെയിൻ ഉൾപ്പെടെ പ്രമുഖ പട്ടണങ്ങളെല്ലാം വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഏറ്റുവാങ്ങി. ലാനൈന കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടുണ്ടായ താഷ കൊടുങ്കാറ്റിനെ തുടർന്നാണ് ഇത്ര വലിയ രീതിയിൽ മഴ പെയ്തതെന്ന് കരുതുന്നു. ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള കാലാവസ്ഥാ ഭീഷണികൾ ലോകമെമ്പാടും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ലോകമെങ്ങും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഫലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യോൽപാദനം കുറയുന്നതും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യതയും എല്ലാം ഇത്തരം വ്യതിയാനങ്ങളുടെ അനന്തരഫലമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ബ്രിസ്ബെയിൻ നദി കരകവിഞ്ഞൊഴുകി. നഗരമാകെ നദി വിഴുങ്ങി. തെക്കൻ മധ്യ ക്യൂൻസ്ലാൻഡ് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. രാജ്യത്തെ പ്രധാന റോഡുകളെല്ലാം അടച്ചിടേണ്ടി വന്നു. റെയിൽവേ ലൈനുകളും ഖനികളും പൂർണ്ണമായി പ്രവർത്തനരഹിതമായി. ഇതുമൂലം ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിച്ചു. ഇത് സാമ്പത്തിക മേഖലയിൽ കാര്യമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. പഴങ്ങളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വില കുതിച്ചുയർന്നു. നിരവധി ആളുകൾക്ക് തങ്ങളുടെ വീടും കൃഷിസ്ഥലങ്ങളും നഷ്ടമായി. രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പാമ്പുകളും മുതലയുമൊക്കെ ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിച്ചു. പല ജനവിഭാഗങ്ങളും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ക്യൂൻസ്ലാൻഡിൽ 70ഓളം നഗരങ്ങൾ ദുരന്തത്തിന്റെ കെടുതികൾ അനുഭവിച്ചു. 15,000-ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതാണ് റിപ്പോർട്ടുകൾ. ഈ എണ്ണത്തിൽ വർധനവുണ്ടാകാനാണ് സാധ്യത. റൊക്ക്ഹാംപ്റ്റൺ ഗ്രന്ഥാം മേഖലയിലാണ് വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടത്. തൂംബ മേഖലയിലും കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. 9 മരണങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലോക്കർ വാലിയിലെ ദുരന്തമാണ് ഭക്ഷ്യക്ഷാമത്തിന് വഴിവെച്ചതെന്ന് പറയാം. ഇവിടുത്തെ കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിച്ചു. ക്യൂൻസ്ലാൻഡ് സമ്പദ്ഘടനയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. രാജ്യത്തെ GDP നിരക്കിൽ $30 ബില്യൺ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്തിന് $1 ബില്യൺ നാശനഷ്ടമുണ്ടായെന്നായിരുന്നു കണക്കുകൾ. എന്നാൽ ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും നാശനഷ്ടത്തിനിരയായി. സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ തിരിച്ചുവരാൻ ഇനിയും സമയമെടുത്തേക്കും. ഏതാണ്ട് 55,000-ഓളം സന്നദ്ധ പ്രവർത്തകരെയാണ് ബ്രിസ്ബെയിൻ നഗരവും മറ്റ് സ്ഥലങ്ങളും വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 13-കാരനായ ജോർഡൻ റൈസിനെയും 7 വയസ്സുകാരനായ കൊളിൻസിനെയും ഓർമ്മയാക്കിയാണ് ഈ ദുരന്തം ഒടുങ്ങുന്നത്. ഇനിയും നിലയ്ക്കാത്ത അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുകയാണ്. വൃദ്ധജനങ്ങളാണ് ദുരന്തത്തിന്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു വിഭാഗം. ഇവരുടെ സംരക്ഷണത്തിനായി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ നിരവധി സഹായഹസ്തങ്ങൾ എത്തിയിരുന്നു. ധാരാളം പണം സഹായമായി നൽകാൻ പല രാജ്യങ്ങളും തയ്യാറായി. ക്യൂൻസ്ലാൻഡിന് ശേഷം വിക്ടോറിയയിലും വെള്ളപ്പൊക്കം നാശം വിതച്ചു. കെടുതികളിൽ നിന്ന് രാജ്യം ഏതാണ്ട് മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയൻ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദേശീയതയുടെ ഊർജം ഉൾക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുൻപോട്ടു പോകാൻ രാജ്യവും ജനതയും ഒരുങ്ങിക്കഴിഞ്ഞു.